അനുമോളുടെ മാറ്റർ തന്നെ ആണെങ്കിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്, മുതലാളി ഒരു ചെത്തിയാണ്. അനുവിനോട് ഇവര് പുറത്തുനിന്ന് വന്ന ആൾക്കാര് പറയുന്നത് കേട്ടിട്ട് ഭയങ്കര എന്താ പറയാ ബാക്ക് സ്റ്റാബ് ചെയ്തു അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മള് അറിയും, ഒരു പിക്ചർ കൈൻഡ് ഓഫ് ഒരാളുടെ പെർസ്പെക്റ്റീവിലുള്ള ഒരു പിക്ചർ നമുക്ക് കിട്ടും. ഓലക്കാലി തൂങ്ങിയവന്റെ കണങ്കാലി തൂങ്ങിയവനാണ് ഇവൻ. അപ്പോ ഇവര് എല്ലാരും അനുമോളെയാ പറയുന്നത്, അനുമോൾ ഇങ്ങനെ കാട്ടി അങ്ങനെ കാട്ടി എന്നൊക്കെ ഉള്ള സംഗതി അവളുടെ PR-ന് അവൾ വെച്ചതുകൊണ്ട് അവരിങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ ഉള്ളൊരു സാധനം തോന്നി. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. അപ്പോ എനിക്കെന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും PR-നെ പറ്റി ഇൻഡെപ്ത് ഞാൻ അറിയുന്നത് തന്നെ ഹൗസിന്റെ ഉള്ളിൽ പോയതിനു ശേഷമാണ്. അല്ലെങ്കിൽ നമുക്ക് വല്ല ഗൂഗിൾ ചെയ്തിട്ട് അങ്ങനെ അങ്ങനെയൊക്കെ ഓരോ വിവരങ്ങൾ അറിയാം. സത്യമാണോ? ഞാൻ ജീവിതത്തിൽ ഇതുവരെ അതേ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് നമ്മൾ വേറെ ഒരാളീന്ന് അല്ലാതെ നമുക്ക് ഡയറക്റ്റ് അറിയാം. നമ്മൾ പുറത്താണെങ്കിൽ നമ്മൾ അതിനുള്ളിൽ പോയിട്ടാണ് ശരിക്കും ഇതിനെ പറ്റിയിട്ട് ഇൻഡെപ്ത് അറിയുന്നതും അവരുടെ അറിവിൽ നിന്നാണ് നമ്മൾ അറിയുന്നത്. അപ്പൊ ഞാൻ നോക്കുമ്പോണ്ട് ഇവരൊക്കെ വന്നിട്ട് PR ഇങ്ങനെ കാട്ടി അങ്ങനെ കാട്ടി സൈബർ ബുള്ളിങ് ഉണ്ട്, ബാക്ക് സ്റ്റാബിംഗ് ആണെന്ന് പറഞ്ഞ് സൈക്കോളജിക്കൽ മൂവായിരുന്നത് ഇവള് ഇങ്ങനെ കാട്ടി അങ്ങനെ കുറെ സംഭവങ്ങൾ പറഞ്ഞപ്പോ എനിക്കും വിഷമായി. ഓരോ ആൾക്കാരുടെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് എനിക്ക് ഭയങ്കര വിഷമായി. അപ്പോ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കാൻ പിടിക്കുന്നൊന്നും ചെയ്തൊന്നുമില്ല. മോറോവർ എനിക്ക് എടുത്തിട്ടുണ്ടെന്ന് അറിയാലോ. നിന്നെയൊന്നും ഒന്നും ചെയ്യില്ല, നീ ഒന്നും നന്നാവരുത്, വഷളായി തന്നെ വളരണം. അപ്പൊ പിന്നെ ആരെങ്കിലും തല്ലിക്കൊന്നോളൂ.